നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടക്ക് കിഴക്കൻ ഡൽഹിയിലെ മുസ്തഫാബാദിൽ 4-ാം നിലയിലെ ഫ്ളാറ്റിൽ നിന്ന് വീണ് 25 വയസ്സുകാരിയായ ഗർഭിണി മരിച്ചു എന്നുള്ള അതിദാരുണമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. സ്ത്രീധനത്തെ ചൊല്ലി ഭർത്താവും വീട്ടുകാരും ചേർന്ന് യുവതിയെ പീഡിപ്പിച്ചിരുന്നതായി യുവതിയുടെ കുടുംബം ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അപകടത്തിന് തൊട്ടു പിന്നാലെ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. സ്ത്രീധന പീഡനത്തെ ചൊല്ലിയുള്ള ആത്മഹത്യകളും കൊലപാതകങ്ങളും നാൾക്ക് നാൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ നിയമം ശക്തമാണെന്ന് പറഞ്ഞാലും പ്രതികളെ വളരെ വേഗത്തിൽ പിടികൂടാൻ സാധിച്ചാലും ഈ ഒരു ദുരന്തം സ്ത്രീകളെ സംബന്ധിച്ച് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചില യുവതികളൊക്കെ തന്നെ കൃത്യമായി പ്രതികരിച്ച് ഒരുപക്ഷെ ഡിവോഴ്സോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വരികയോ അത്തരത്തിലുള്ള വളരെ കടുത്ത തീരുമാനങ്ങൾ അവരെടുക്കും. പക്ഷേ ഇപ്പോഴും പല യുവതികളും അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തങ്ങളുടെ ഭാവി എന്തായിരിക്കും, അല്ലെങ്കിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്നതിനെ ചൊല്ലി വിഷമിച്ച് ഒരുപക്ഷെ അതിൻ്റെ അവസാനം അവർ തന്നെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഷളാവും. പലപ്പോഴും പല വീട്ടുകാർ തന്നെയാണ് ഒരു ഒത്തുതീർപ്പ് നടത്തി യുവതികളെ വീണ്ടും അവർക്ക് കൂടെ പറഞ്ഞയക്കുന്നത്. പക്ഷെ അതൊക്കെ തന്നെ വീണ്ടും അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ്. ഇവിടെ യുവതി 3 മാസം മുമ്പാണ് സ്വന്തം ഇഷ്ടപ്രകാരം പ്രണയിച്ച് വിവാഹം കഴിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ വിവാഹം കഴിഞ്ഞ് 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഭർത്താവും കുടുംബവും സ്വർണവും പണവും ആവശ്യപ്പെട്ട് യുവതിയെ മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങിയെന്നാണ് കുടുംബത്തിൻ്റെ പരാതി. അവൾ 4-ാം നിലയിൽ നിന്നാണ് താഴേക്ക് വീണത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ആ വീട്ടിൽ കടുത്ത തർക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എൻ്റെ സഹോദരനും അമ്മയും മറ്റു ബന്ധുക്കളും അവിടെ പോയിരുന്നു എന്നാണ് മരിച്ച യുവതിയുടെ സഹോദരി ഇപ്പോൾ വാർത്താ ഏജൻസികളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് അവിടെ നടക്കുന്ന പല പ്രശ്നങ്ങളും വീട്ടുകാർക്ക് അറിയാമായിരുന്നു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് അവർ മകളെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. തൻ്റെ മകൾ ഭർത്തൃ വീട്ടിലെ പീഡനങ്ങളെക്കുറിച്ച് പലതവണ പരാതിപ്പെട്ടിരുന്നുവെന്നും ജീവന് ഭയമുണ്ടെന്ന് അറിയിച്ചിരുന്നുവെന്നും യുവതിയുടെ മാതാവും പറഞ്ഞിട്ടുണ്ട്. മാതാവ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ അവളെ കാണാനും പോയപ്പോൾ അവർ തന്നെ പീഡിപ്പിക്കുകയാണെന്ന് അവൾ പറഞ്ഞു. അവരെന്നെ കൊല്ലുമെന്ന് അവൾ കരഞ്ഞു പറഞ്ഞു. അവൾ ഗർഭിണിയായിരുന്നു. ഞങ്ങളുടെ മകൾക്ക് നീതി വേണമെന്നാണ് മാതാവ് പറഞ്ഞിരിക്കുന്നത്. അതായത് പലപ്പോഴായിട്ട് ഈ അമ്മ ആ മകളെ കാണാൻ വീട്ടിൽ പോയപ്പോഴൊക്കെ തന്നെ തൻ്റെ ജീവന് ഭയമുണ്ട് എന്ന് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. മാത്രമല്ല തന്നെ അവർ കൊല്ലാനുള്ള സാധ്യതയുണ്ടെന്നും ആ മകൾ തുറന്നു പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ തുറന്നു പറയുന്നത് ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീതി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സമയം വൈകിപ്പോകും. സംഭവത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചതായി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. കേസ് നിലവിൽ അന്വേഷണത്തിലാണ്. കുടുംബാംഗങ്ങളുടെ മൊഴികൾ രേഖപ്പെടുത്തി വരികയാണ്. കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് മുൻ നടിയും മോഡലുമായ ട്വിഷ ശർമ്മയും ഇത്തരത്തിൽ ഡൽഹിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. മെയ് 12-നാണ് ഭോപ്പാലിലെ കതാര ഹിൽസിലുള്ള ഭർത്തൃ വീട്ടിൽ 33-കാരിയായ ട്വിഷയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ട്വിഷ ശർമ്മയും സമർത്ഥ് സിംഗും ഉത്തർപ്രദേശിലെ നോയിഡയിൽ വെച്ച് വിവാഹിതരാകുന്നത്. വിവാഹ സമയത്ത് ഗിരിബാല സിംഗിന്റെ ആവശ്യപ്രകാരം ട്വിഷയുടെ കുടുംബം 2 ലക്ഷം രൂപ സ്ത്രീധനമായി നൽകിയിരുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ ട്വിഷയെ സമർത്ഥ് സിംഗും ഗിരിബാല സിംഗും ചേർന്ന് പരിഹസിച്ചുവെന്ന് FIRൽ പറയുന്നുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിവാഹശേഷം മാനസികമായും ശാരീരികവുമായും പീഡനങ്ങൾ ട്വിഷ നേരിട്ടതായാണ് കുടുംബം ആരോപിക്കുന്നത്. ഭോപ്പാലിലെ കറ്റാര ഹിൽസ് പ്രദേശത്തെ ഭർത്തൃ വീട്ടിലാണ് മെയ് 12-ന് ട്വിഷയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സ്ത്രീധനത്തെ ചൊല്ലി ഭർത്താവും കുടുംബവും നടത്തിയ പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ട്വിഷയുടെ കുടുംബം ആരോപിച്ചെങ്കിലും സമർത്ഥ് സിംഗിന്റെ കുടുംബം അത് തള്ളുകയും ട്വിഷയുടെ മരണം ആത്മഹത്യയാണെന്ന് പറയുകയും ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് സമർത്ഥ് സിംഗിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ 3 ദിവസങ്ങളിലായി 10 മണിക്കൂറോളം ഭർത്താവ് സമർത്ഥനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴികളും ട്വിഷയുടെ ഫോണിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. കേസിലെ മറ്റൊരു സംശയകരമായ കാര്യം സമർത്ഥ് തൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ട്വിഷയുമായും അവളുടെ കുടുംബവുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ പൂർണ്ണമായും മായ്ച്ചു കളഞ്ഞു എന്നതാണ്. ഈ സന്ദേശങ്ങൾ വീണ്ടെടുക്കാനായി സൈബർ വിദഗ്ധരുടെ സഹായവും തേടിയിട്ടുണ്ട്.
മരണം നടന്ന ദിവസവും രണ്ടുപേരും ഒന്നിച്ച് ജിമ്മിൽ പോയതായും ഭക്ഷണം കഴിച്ചതായും എല്ലാം സാധാരണ പോലെയായിരുന്നു എന്നാണ് സമർത്ഥ് പറയുന്നത്. എന്നാൽ CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും പരിശോധിച്ച് ഈ മൊഴി സത്യമാണോ എന്ന് CBI ഉറപ്പുവരുത്തും. കുടുംബ വഴക്കുകളിൽ വിരമിച്ച ജഡ്ജി കൂടിയായ ഭർത്തൃമാതാവ് ഗിരിബാല സിംഗ് ഇടപെട്ടിരുന്നുവെങ്കിലും അവർ എപ്പോഴും മകന്റെ പക്ഷം മാത്രമാണ് പിടിച്ചിരുന്നതെന്നും ടിഷ മുമ്പ് പരാതിപ്പെട്ടിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്.